ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്ന ഫോട്ടോ ഒരു പ്രത്യേക അനുഭൂതി തരുന്ന ഫോട്ടോ. അതായത് മമ്മൂക്കയും ഒരു തമിഴ്നാട് സ്വദേശിയും കൂടെ നിൽക്കുന്നൊരു പിക്കാണ്. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ, മമ്മൂക്ക തൻ്റെ പുതിയ ചിത്രമായ നിതീഷ് സഹദേവൻ്റെ മൂവിയായ പേരിട്ടില്ലാത്ത മേള, താൽക്കാലിക ഒരു പേര് മേള എന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടുമായിട്ട് അദ്ദേഹം തമിഴ്നാട്ടിലാണ് ഉള്ളത്. അതായത് കാരക്കുടിയിലാണ് അദ്ദേഹം ഉള്ളത്. തമിഴ്നാട്ടിലാണ് അതിൻ്റെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ. ഒരു സർക്കസ് ബേസ് കഥയാണ്. അദ്ദേഹം ഒരു ആക്ഷൻ ഹീറോ പരിവേഷത്തിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം വരുന്ന പടമാണ്. ഒരുപാട് നല്ല നല്ല താരങ്ങൾ അണിനിരക്കുന്ന പടമാണ്. ഫാലിമി എന്ന ചിത്രത്തിന് ശേഷം നിതീഷിൻ്റെ ഒരു ചിത്രം കൂടിയാണ് മലയാളത്തിൽ. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു അടിപൊളി ചിത്രമാവാനുള്ള എല്ലാ സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 9ാമത്തെ ചിത്രം കൂടിയാണ് ഈ ചിത്രം. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഈ കാരക്കുടിയിൽ നിന്ന് ആണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് മടങ്ങുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ സീൻസും കാര്യങ്ങളും കഴിഞ്ഞ് അദ്ദേഹം നാട്ടിലായാലും മറ്റുള്ള ഭാഗത്തായാലും അദ്ദേഹം നാട്ടിലോട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്ന ഒരു സംഭവം എല്ലാ ടൈമിലുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ പാലക്കാട് MLA ശ്രീ രമേശ് പിഷാരടിയും കൂടിയുണ്ട്. അപ്പോൾ ഇവർ പോകുമ്പോൾ അവർക്ക് ഗൂഗിൾ മാപ്പിൽ അവരുടെ ആ വഴി തരും. അതായത് കേരളത്തിലേക്ക് അവർ തമിഴ്നാട്ടിൽ നിന്ന് പോകുമ്പോൾ വൈകിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വഴി തെറ്റി. ഗൂഗിൾ മാപ്പ് ഒരു ശരിയായ ദിശയല്ല കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം കാരണം അവർക്ക് തെറ്റിയ കാരണം ഒരു തമിഴ്നാട് സ്വദേശി, വഴിയരികിൽ നിന്ന് തമിഴ്നാട് സ്വദേശി അദ്ദേഹത്തിന് കറക്റ്റ് വഴി പറഞ്ഞു കൊടുത്ത് ആ ഒരു ടൈമിൽ തന്നെ മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഇറങ്ങി അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചൊരു ഫോട്ടോ എടുത്ത് അതിൻ്റെ ഒരു വീഡിയോ ആണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇത് നമ്മ ഫ്രണ്ട് എന്ന് മമ്മൂക്ക പറയുന്നുണ്ട്. അപ്പോൾ പല ആളുകളും പറയും അദ്ദേഹത്തിന് അഹങ്കാരമാണ്, ഇങ്ങനെയാണ്. ഒരു വഴിയാത്രക്കാരനായ ഒരു അന്യ സംസ്ഥാനക്കാരനായ ഒരാളെ ചേർത്ത് പിടിച്ച് അദ്ദേഹം ഒരു ഫോട്ടോ എടുത്തപ്പോൾ അല്ലെങ്കിൽ വീഡിയോ എടുത്തപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അദ്ദേഹത്തിന് ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ തനിക്കൊരു വഴി കാട്ടി തന്ന ഒരാളോടുള്ള സ്നേഹം അതിൽ നിന്ന് വ്യക്തമാണ്. ആ ടൈമിൽ താൻ വലിയൊരു സ്റ്റാറാണെന്നോ ഒരു മെഗാ സ്റ്റാറെന്നോ അല്ലെങ്കിൽ രാജ്യം ആദരിച്ച ഒരു താരമാണ് അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റേ അദ്ദേഹം, അല്ലെങ്കിൽ ഒരു വലിയൊരു അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യം കൂടി സത്യം പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹം ആ തമിഴ് സ്വദേശിക്ക് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് ഇത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഡൗൺ ടു എർത്താണ് നമ്മൾ കാണേണ്ടത്. എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മമ്മൂക്ക എന്നാലും അഹങ്കാരി എന്ന് അദ്ദേഹത്തെ വിളിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്കൊക്കെയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഒരു വീഡിയോ അവർ കണക്കാക്കേണ്ട കാര്യം. കാരണം അദ്ദേഹത്തിന് അഹങ്കാരമില്ല. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉള്ളത് വെട്ടി തുറന്ന് പറയും. അതായത് എല്ലാം എന്ത് പ്രശ്നം ഉണ്ടായാലും അത് മുഖത്ത് നോക്കി പറയും. തൻ്റെ മനസ്സിലിട്ടിട്ട് വേറൊരു സംഭവം കാണിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനില്ല. എന്ത് കാര്യം അദ്ദേഹം മുഖത്തടിച്ച് പറയുന്നൊരു സ്വഭാവം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ അഹങ്കാരി, ജാടക്കാരെന്നൊക്കെ പറയാം. എന്തായാലും നമുക്ക് അദ്ദേഹത്തെ എത്രത്തോളം അറിയാം. അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ രീതിയിലുള്ള ഒരുപാട് ആശ്വാസ പദ്ധതികളുണ്ട്. അതൊക്കെ പല ആളുകളും മറന്നിട്ടാണ് അദ്ദേഹത്തെ ഇങ്ങനെയുള്ള വിവാദത്തിലേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു പിക്ക് കണ്ടതിൽ. ഒരുപാട് നന്ദി.